ഇത് വെറുതെ ഇങ്ങനെ സ്പ്രേ അടിച്ചിട്ടേ അതുകൊണ്ടൊന്നും കാര്യമില്ല. വെറുതെ പൊട്ടുമ്പോക്കോളം പൊട്ടും. നമ്മുടെ കത്തിലങ്ങട്ട് അവിടെ വൺ സൈഡ് ബ്ലോക്കാണ്. ഈ സൈഡ് ഇനി ഓപ്പൺ അല്ലേ, അവിടെ പൊട്ടിയിട്ടേ നമ്മുടെ അർജുന് അതേപോലെ അവൻ്റെ ലോറി പിന്നെ മറ്റാളുകളൊക്കെ അപകടത്തിൽപ്പെട്ട ഷിരൂർ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതാ താഴെ ഗംഗാവാലി പുഴ വിശാലമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ഹലാക്കിൻ്റെ കട്ടിങ്ങാണ്. ഭയങ്കരമായ വലിയ മല, ഭയങ്കരമായ കാഴ്ചയിൽ മാന്തി ഭയങ്കര കട്ടിങ്ങായിട്ട് ചില ഭാഗത്ത് ഭയങ്കര ഹൈറ്റ് ഉണ്ട്. ഇതാ ഈ ഗംഗാവാലി പുഴ താഴെ കാണുന്നുണ്ടാവും. റോഡിൻ്റെ ഒരു സൈഡ് നീളത്തിൽ പുഴയാണ് ഗംഗാവാലി പുഴ, ഇപ്പുറം ഭയങ്കരമായ മല. ഈ മല പൊട്ടിയിട്ടാണ് നമ്മുടെ അർജുനും അതുപോലെ അയാളുടെ വണ്ടിയും ഒരുപാട് ആളുകളും അപകടത്തിൽപ്പെട്ടത്, ഒട്ടേറെ വീടുകളും മറ്റും നഷ്ടപ്പെട്ടത്. ആ ഭാഗത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മംഗലാപുരത്ത് നിന്നും ബോംബെ അല്ലെങ്കിൽ ഗോവ ഭാഗത്തേക്കൊക്കെ പോകുന്ന റൂട്ടിൽ കറക്റ്റ് സ്പോട്ട് നമ്മൾ എത്തുന്നേ ഉള്ളൂ. മുന്നിൽ കാണുന്നുണ്ടല്ലേ ഒരു കട്ടിങ്, അവിടെയാണോ പൊട്ടിയത് സംശയമുണ്ടല്ലേ. നമുക്ക് അവിടെ നിന്ന് വിളിക്കാം. ഇവിടുന്ന് പോവാം, ഇവിടുന്ന് പോവാം. അല്ല ഇവിടുന്ന് പോവാം. ഇത് മുന്നിൽ ഇത് അവിടെ ഒരു ഭാഗം പൊട്ടി പോകുന്നുണ്ടല്ലേ. ഗംഗാവാലി പുഴ ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. അവിടെ ഒരു പാലമുണ്ട്, അപ്പുറത്ത് വേറെ പാലം കഴിഞ്ഞു. ഇവിടെ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടില്ല, അവിടെ ഒരു ഭാഗം പോകുന്നുണ്ട്. ഇനി ഇതാണോ ഇതാവില്ല, അതല്ലല്ല ഇവിടെ അല്ല. ഇത് നമ്മൾ അവിടെ ഓപ്പൺ ആയിട്ടില്ല റോഡ്, ഇവിടെ റോഡ് ഓപ്പൺ ആയിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ആ മലമൊക്കെ എത്തേണ്ടത്. നമ്മളിത് ഇങ്ങനെ കറങ്ങിപ്പോവും. ഇവിടെയൊക്കെ ഹൈവേൻ്റെ വർക്ക് ഇങ്ങനെയാണ്. വലിയ വലിയ മലകൾ നല്ല രീതിയിൽ താഴ്ത്തിയിട്ടാണ്, ഭയങ്കരമായ കട്ടിങ്ങായിട്ടാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ മഴ ഇട്ട് ആ സൈഡ് ബ്ലോക്ക് ആക്കിയതാണ്. ആ സൈഡ് അവിടെ പൊട്ടിയതിൻ്റെ ബാക്കിൽ അവിടെ പൊട്ടിയപ്പോൾ പിന്നെ ഇവിടെയൊക്കെ പൊട്ടുമെന്ന പേടിയിൽ സൈഡ് ബ്ലോക്ക് ആക്കിയതാണ്. അതിൽ ഓപ്പൺ ആയിട്ടില്ല. ഇനി ഓപ്പൺ ആക്കണമെങ്കിൽ ചിലപ്പോൾ പടച്ചതാവും. അവിടെ ഇത് പഴയ റോഡാണ്, പുതിയ ഗംഗാവാലി പുഴ, ഷിരൂർ, അങ്കോള, വാസന നമ്മളതല്ല, ഇവിടെ കത്തിക്കുന്നതാ. ആ പുക കത്തിക്കുന്നതിൻ്റെ വാസനയാണിത്. പ്ലാസ്റ്റിക് കത്തിക്കുന്ന കുപ്പികളൊക്കെ കണ്ടില്ലേ. അതല്ല നമ്മളിപ്പോൾ അവിടുന്ന് അവർക്ക് റിലീസായില്ലെങ്കിൽ നീങ്ങൂലായിരുന്നല്ലോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളാണ്, കണ്ടില്ലേ, ചെറിയ വീട്ടുകാരാണ്. ഇവിടെ പിന്നെ ഫുള്ള് ചെങ്കല്ലാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയൊക്കെ ചെങ്കല്ല് കോറികളുണ്ട്. മംഗലാപുരത്ത് കുറച്ചും കൊണ്ട് പോന്നാൽ ചെങ്കല്ല് കോറികളുണ്ട്. കണ്ടോ, അത് കണ്ട് നിങ്ങൾ ഇവിടെ പൊട്ടിയിട്ട് അതിലെ ആ റോഡ് അതിലെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടോ. ഈ ഭാഗമൊക്കെ പൊട്ടി പോകുന്നുണ്ട്, കണ്ടില്ലേ. അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് വർക്കാണ്. അതാണ് ഇതിനൊക്കെ ഒരു കാരണം. പോവട്ടെങ്ങനെ പോവട്ടെ. ലൈവ് കട്ടാവാൻ ഞാനേതായാലും 4 കൊല്ലത്തിന് ശേഷം കേട്ടോ ഇപ്പോൾ ഇതിൽ പോണേ. നിങ്ങളെ എത്ര കൊല്ലത്തിന് ശേഷം? 10 കൊല്ലത്തിന് ശേഷം. അന്ന് സിംഗിൾ റോഡല്ലേ. ഞാൻ അന്ന് പോകുമ്പോഴേ 4 കൊല്ലം മുമ്പ് പോകുമ്പോഴേ ഈ റോഡിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ ഈ കോലത്തിലായതിനു ശേഷം പിന്നെ ഇതിലെ പോയി. പോയില്ല. ഞങ്ങൾ നാല് കൊല്ലം മുമ്പ് പോയിട്ടുണ്ട്. അന്നൊക്കെ അതേപോലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്തൊമ്പതിലാണ് 2019 ഈ ഹൈവേന്റെ പണി സ്റ്റാർട്ടാവുന്ന എനിക്ക് തോന്നുന്നത്. ഈ വർക്കോ? ആ അല്ലേ? അല്ലല്ല, അതിന്റെ മുന്നേ കുറക്കന്റെ ബാക്കിൽ ആ സൈഡിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഇതുണ്ട്, അതൊരു കട്ടിങ് ആണ്. ഇവിടെ 2 സ്റ്റെപ്പ് ആക്കി ഇട്ടിക്കണേ. അതിലെ ചെറിയ റോഡുണ്ട് അല്ലേ? പക്ഷെ ഇതെന്താ പറയുക, ഈ സൈഡ് അതിന് ഒന്നുമില്ല. അത് വെറുതെ കോൺക്രീറ്റ് സിമെന്റ് ഇങ്ങനെ സ്പ്രേ ചെയ്തതാണ്. അത് നമ്മളവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. സിമെന്റ് ഇങ്ങനെ സ്പ്രേ അടിക്കുക അവിടെ വണ്ടിക്ക്. അതൊന്നുമില്ല. അത് അതിനുള്ള പിന്നെ ഒരു തോല് പാട മാത്രമേ ഉണ്ടാവുള്ളൂ. പനവേല് 675, പനാജി 165. പാതി ദൂരമായിട്ടുള്ളൂ. നമ്മള് പാതി ദൂരമായിട്ടില്ല. നമ്മൾ 500 ചില്ലറ ആയിട്ടുള്ളൂ. നമുക്ക് 1200-നടുത്ത് ലൊക്കേഷനിലുണ്ട്. വലിയൊരു സ്കൂളൊക്കെ ഉണ്ട്. എന്താണ് BGS സെൻട്രൽ സ്കൂള്, മിർജാൻ കുംട്ടൻ്റെ ഒരു ഭാഗം കഴിഞ്ഞിട്ടുള്ളൂ. കുംട്ടയൊക്കെ റോഡൊന്നും ആയില്ല കേട്ടോ മാമോസ. കുംട്ടയിലൊക്കെ റോഡ് ആ കയറ്റൊന്നും ചെയ്തില്ല. ആ പാലം കഴിഞ്ഞിട്ടേ. ആ വലിയ മല ഉണ്ടല്ലേ, കോട ഇനിയും കഴിഞ്ഞില്ല. പോവട്ടെങ്ങനെ പോവട്ടെ, പോവട്ടെ. മിർജാൻ ആ സൈഡ് ഫുള്ള് മല. ഈ ഭാഗത്തുണ്ട് മല. ഇവിടെയൊക്കെ നമ്മളെ നാട്ടിലത്തെ പോലെ ചെങ്കല്ല് കൊണ്ട് പടുത്തുണ്ടാക്കിയ ഓടിട്ട വീടുകൾ, കെട്ടിടങ്ങൾ ഉണ്ട്. ഇവിടെയൊക്കെ ചെങ്കല്ല് കോറികൾ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ആ ലിഫ്റ്റ് രാത്രി പൊക്കാൻ മറന്നുപോയി. രാത്രി ലിഫ്റ്റ് ഒന്ന് പൊക്കാൻ മറന്നുപോയി. ഞാൻ പൊക്കി വെച്ചിട്ട് പോരാന്ന് വിചാരിച്ചായിരുന്നു. അല്ല, ഇപ്പൊ ഇത് ലോഡ് കുറഞ്ഞോണ്ട് ഇപ്പൊ പൊക്കിയാൽ ഇങ്ങോട്ട് വരുമ്പോ ലോഡ് ഉണ്ടാവും. ജംഷി വിളിക്കുന്നു, ജംഷി വിളിക്കുന്നു. ആ മഴ ഓർമ്മ കൊണ്ടില്ല അവിടെ.
വിളിച്ചോളൂ. എന്നിട്ടിപ്പോ ഓനില്ല അവിടെ, ഓനില്ല അവിടെ. അതിനെന്താ ആ ആളൊക്കൊന്നും വെക്കൂലായി. നാളൊക്കെ ഏതായാലും വെക്കൂലെന്ന് പറയാം. ഏയ് ആകെ നൊണ്ടിന്റെ കമ്പനിയിലുള്ള ആകെ പോണപ്പോ നൊണ്ടി എങ്ങനെയെങ്കിലും ഞങ്ങള് നാളെ ഞായറാഴ്ച ഇറക്കിയത്. ഇറക്കും. ഞായറാഴ്ച ഇറക്കില്ലല്ലോ അവിടെ. ഞങ്ങള് നാളെ ഞായറാഴ്ച ഞായറാഴ്ചക്ക് വെക്കൂലോനായി. സൽമാന്റെ കല്യാണത്തിന് ഞായറാഴ്ച സാധനം ഇറക്കും. സൽമാന്റെ കല്യാണത്തിന് ഞങ്ങൾ ഞായറാഴ്ച അവിടെ ഇറക്കി വെച്ചോണ്ടല്ലോ പോകുന്നത്, വണ്ടിയിൽ വെച്ചോണ്ട്. ഹലോ, ആ നെറ്റ്വർക്ക് അനക്കോ എനിക്കോ ഇല്ലാത്ത ഒരു ലക്ഷം കുറവുണ്ടാവും ഇവിടെ. ആ ആ ആ നാളൊക്കെ വെക്കൂലോനെ, അതിന്റെ മുന്നേ തന്നെ ഇറക്കുവേ. പിന്നെന്താന്ന് വെച്ചാൽ അവിടെ വണ്ടി ആൾട്ടൊക്കൊന്നുമില്ല. ആകെ മറ്റേ കമ്പനിയിൽ ഓർക്ക് തന്നെ ഒരു കമ്പനി അപ്പുറത്തുണ്ടല്ലോ. ആ അവിടെ ഒരു ആൾട്ടാണ് ഓർക്ക് വണ്ടിന്റെ കമ്പനിയിൽ ആവേശമില്ല. അപ്പൊ പോയോ? അടുത്ത മക്കത്തോളോ റിജക്റ്റ് ആയത് കൊടുക്കാം. അടുത്ത സാധനം അതിന്റെ ഉള്ളിൽ സാധനം ഉണ്ടോ തോനെ? ആ മറ്റേതല്ലേ പിന്നെ കൊളത്തൂർക്കല്ലേ? ആ ആ കൂടുതൽ തന്നെ ചൂടലുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ. മറ്റേ ഓടൊന്നും ഉണ്ടാവുന്നതാണ്. ആ ഞാൻ ഇറക്കാം, എവിടെയെങ്കിലൊക്കെ ഇറക്കി. ആ ഈ നൊണ്ടി കഴിഞ്ഞിട്ട് ഒരു 9 മണിയൊക്കെ ആയാലും അവിടെ വേറെ ചങ്ങായി വരാണ്ട് ഡ്യൂട്ടിക്ക്. ഒരു നൊണ്ടി ആ നൊണ്ടിൻ്റെ അതേമാതിരി തന്നെ മാത്രമല്ല പ്രായമില്ലാത്ത ചെറിയ അക്കനാ. ഓന് എന്ന് കഴിഞ്ഞാൽ ഓടെ ഇറക്കുമ്പോ ഓൻ സകലത്തിനും കത്തിയെത്തിയോണ്ട് അതിങ്ങനെ ഭാര്യൊക്കെ കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഒരു ദിവസം ഞാനവിടെ കുടിച്ചത്. ആ നൊണ്ടി ഇറക്കാൻ പറഞ്ഞാണ്ട് നൊണ്ടി പോയി. അങ്ങനെ നൊണ്ടി പോയി. പിന്നെ ഇപ്പം ഉണ്ടായി അവിടെ. ഇപ്പം വന്നപ്പോക്കിന് ഇപ്പം വന്നാലേ ഇറക്കാൻ പറ്റി. ഇങ്ങോട്ട് അങ്ങോട്ട് ഇറക്കുമ്പോൾ എല്ലാ സ്റ്റാഫും കീറി അത് മാറ്റി നോക്കി. അത് മണക്കുണ്ട്, അത് വെല്ലുണ്ട് അറിഞ്ഞാണ്ട് ആ സാധനം റിജക്റ്റ് ആക്കി. ആ റിജക്റ്റ് ആക്കി മറ്റേ മറ്റേ കമ്പനിക്ക് കൊണ്ട് ഇറക്കി. കുറെ സാധനം കയറ്റി ഇറക്കി 80 ചാക്ക് ഇറക്കിനി.
ഇവിടെ രണ്ട് സൈഡും കട്ടിങ്ങാണ്, മാന്തിയതാണ്. മലയല്ലേ. ആ, ഇതാണ് ആ പൊട്ട് അതിന്റെ ഒരു ഭാഗം തോന്നുന്നുണ്ട്. അതാണോ ഇത് റോഡിൽ അല്ലേ? ഇവിടെയാണോ? ഇല്ലല്ലേ അല്ലേ? പക്ഷെ ഇതും അതേമാതിരി പൊട്ടിയാണ്, റോഡിന്റെ ഒരു സൈഡില്ല. ആ കണ്ടു, ആ റോഡ് ഫുള്ള് അവിടെ ബ്ലോക്കാ. ഇത് കണ്ടോ, ഇത് ഇവിടെ പൊട്ടിയത്, ഇവിടെയൊക്കെ പൊട്ടിക്കണേ. മറ്റേത് ഇതല്ല, കാരണം ഇവിടെ അല്ല സ്ഥലം. പക്ഷെ ഇതും പൊട്ടാണ് അതേപോലെ. മറ്റേ വലിയ പൊട്ടല്ലേ, നമ്മളവിടെ എത്തുന്നേ ഉള്ളൂ. അത് നമ്മള് കുമിട്ടാണ്ട് കഴിഞ്ഞ് പോന്നാ പിന്നെ ഞാൻ അങ്കോള നമ്മളവിടെ തിരിയുന്ന വരെ കുമിട്ടന്റെ അപ്പുറത്തൊക്കെ ഉണ്ട്, അതൊക്കെ ചെറുതേ ഉള്ളൂ. പക്ഷെ കുമിട്ടാണ് കഴിഞ്ഞിട്ടാണ് വലിയ കട്ടിങ് വരുന്നത്. മഴക്കനുസരിച്ചുള്ള കട്ടിങ് എടുത്തിട്ടില്ല. മഴക്കനുസരിച്ചല്ല റോഡ് കട്ട് ചെയ്തത്. അതാണ് സംഭവം. ഇവിടെ ഒന്ന് നിർത്തിയിട്ടുണ്ട്, ഇവിടെ ഒന്ന് നിർത്തി വെക്കുന്നുണ്ട്. താങ്ങിക്കോളി, റോഡിനടുത്ത് വിളിച്ചാൽ അവിടെ സ്ലോ. അത് കയറ്റത്തിനേ താത്ത നാളെ സ്കൂളിലേക്ക് പോകുന്ന കുറേ താത്താരുണ്ട്.
ഇവിടെ ഈ സൈഡും പൊട്ടിയിരിക്കണം, കുറേ സൈഡ് അങ്ങനെ എല്ലാ സൈഡും പൊട്ടിയിരിക്കണം. അവസാനം വലിയ പൊട്ടുമ്പോ പൊട്ടി എവിടെയുണ്ടാ ചെങ്കല്ലട്ടിച്ചിന്. ഇവിടെ ഫുള്ള് ചെങ്കല്ലുണ്ട്. ബെഡ്കുളി അത് അങ്ങനെ ബാക്കാക്കി വെച്ചേക്ക് അവിടെ അങ്ങനെ നിൽക്കും. ഞാൻ കണ്ടിന്യൂ അടിച്ചാൽ എങ്ങനെ ഫ്രണ്ട്സോ കാണാൻ എത്ര ആളെ നോക്കിയില്ലേ? കാണാൻ അധികം ആൾക്കാരല്ലേ, അത് ഞാൻ അതിലുണ്ടാവുമല്ലോ, അത് ഇന്നാലും അതിലുണ്ടാവുമല്ലോ, ലൈവ് പോസ്റ്റ് ചെയ്യുമല്ലോ. ഇപ്പൊ കുറച്ച് ആൾക്കാരുള്ളൂ. ഇനി ആ ലൈവ് പോസ്റ്റ് ചെയ്യൂ, എന്നിട്ട് പിന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം, എടുത്തിട്ട് യൂട്യൂബ് കയറ്റണം. അതിന് നമുക്ക് അതും കൂടി കിട്ടണം. ഏത് ആ പൊട്ടിയതുകൂടി കിട്ടണം പറയാം. അതിൻ്റെത് വേറെ, അത് സെപ്പറേറ്റ് എടുക്കണം. അല്ല അത് കൂട്ടി അത് സെപ്പറേറ്റ് നിങ്ങളതിൽ എടുത്താൽ മതി. ഞാൻ അതാ ലൈവ് മൊത്തം അപ്പൊ ഇത് മൊത്തം ഒരു ഏരിയ കിട്ടുമല്ലോ. ഇതിപ്പോ ഇവിടെ ഒന്നും വർക്കല്ല, ഇവിടെയൊക്കെ ഓഫാ. ഞാൻ കട്ടാവാതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂ അടിച്ചു കൊടുക്കും. വിചാരിച്ചിട്ട ഇത് കാറി പാക്കറ്റല്ലേ? സിൽവർ ക്ലിയറൻസ് ഫ്ലവേഡ് എന്തോ കാണുന്നു. റോഡ് പണി നിൽക്കുന്നത്, റോഡ് പണി നിൽക്കുന്നത് അറിയാം. അതിലാണൊക്കെ പൊളിച്ച് കാണുന്നുണ്ട്. അതിലാണൊക്കെ അവിടെ കൊണ്ടുവച്ചത്, ഇതിലാണൊക്കെ പൊളിച്ച് കാണുന്നുണ്ട്.
മറ്റൊരു മല എത്തി. യാന സിർസി. നല്ലൊരു കയറ്റാണ്. പാറുള്ള ഏരിയ വരെ അതൊക്കെ പാറ പിടുത്തല്ലാതെ പറയണേ. നമ്മൾ കൂട്ടിപ്പിടുത്തല്ലാത്തൊരു സൈസാണ്. വലിയ പാറയൊന്നുമല്ല. അതിങ്ങനെ മൊത്തത്തിനൊരു പൂരതൊക്കെ അടുത്ത കൊണ്ടുവന്നിട്ട് അറിയില്ല. അതങ്ങകലെ കാണുന്നു ഗംഗാവാലിപ്പുഴ. കുറെ വെള്ളം ഇറങ്ങി കിട്ടോ. പുഴന്റെ ഒരു ഭാഗമൊക്കെ കാലിയായിരിക്കണം. ആ കയറ്റമാണ് കയറ്റമാണ് കയറ്റമാണ്. അവിടെ എത്തിയിട്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ അങ്കോളന്ന് തിരിഞ്ഞിട്ട് വേണേ ഒന്ന് കിടക്കാതെന്ന് പറയാ. ഇവിടെയൊക്കെ അടിഭാഗമൊക്കെ കണ്ടോ. അവിടെയൊക്കെ വെറുതെ പൊട്ടിപ്പോയിക്കണം. ഒരു ഉറപ്പ് കെട്ട മണ്ണാണ്. നമ്മുടെ അവിടുത്തെ ചെവടി മണ്ണ് പോലെ അടിയിലൊക്കെ ഉണ്ട്. അങ്ങനെ ആ വീടുകളൊക്കെ വെള്ളത്തിലാണ്. ഇവിടെ എന്തായിരുന്നു, രാത്രി വിടുന്നില്ലായിരുന്നു. അതുകൊണ്ട് പ്രശ്നമുണ്ടോ? രാത്രി വണ്ടി നിർത്തിയൊക്കെയുണ്ടോ? അല്ല ഇത്തരം അവൻ ഇന്നലെ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞു? നിസാർ എന്താ പറഞ്ഞ? ഏതൊക്കെ സമയത്ത് അവിടെ ആണ് കൊണ്ട് വിടുന്നുണ്ട്. ടൈം ഇറക്കുക ഏതാണെന്നുള്ള അറിയില്ല. ഞാൻ അങ്ങോട്ട് ചോദിച്ചാ രാത്രി തടയുണ്ടോന്ന്. അതെ, മഴ ഇപ്പം നമ്മൾ ഇപ്പം ഇവിടെ മഴ കുറച്ച് നേരത്തെയൊക്കെ പെയ്ത് പോയിക്കുന്നത്. സംഗതി നമ്മൾ ഇവിടെ രക്ഷാപ്രവർത്തനം മഴ തടസ്സമെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതിന് മാത്രം വലിയ മഴയെന്നുള്ളത്. ഇപ്പോൾ 10-20 ദിവസം കഴിഞ്ഞു. ഇപ്പോഴും ഇവിടെ മഴയുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ 2 ദിവസമായിട്ട് മഴയില്ല. ഇവിടെ ഇപ്പോഴും മഴയുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ചപ്പുറം വരെ ഞങ്ങൾ ഉറങ്ങാണ്. കുറച്ചപ്പുറം വരെയൊക്കെ നല്ല മഴ. ഇവിടെയൊക്കെ മഴ പെയ്ത് പോയിട്ട് അധിക സമയം ആയിട്ടില്ല. ഫുള്ള് മലകളാ. മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മണ്ണൊക്കെ അവിടുന്ന് കൊടുത്ത് കൂട്ടിയതാണോ സംശയമുണ്ട് അല്ലേ? പുതിയ മണ്ണാണല്ലോ അത്. അത് പുതിയ മണ്ണാണ്. അത് പറയാൻ പറ്റില്ല. അവിടുന്ന് എടുത്തിട്ടേ ഇതൊക്കെ പഴയതാണ്. അതല്ല അവിടെ കൂട്ടിയതൊക്കെ പുതിയതാണ്. മല തന്നെ എല്ലാ ഭാഗത്തും അണ്ടിലെ അതിലും വലിയ മലയാണ് മുന്നിൽ വരാൻ പോകുന്നത്. അതിലും വലിയ മലയാണ് മുന്നിൽ വരാൻ പോകുന്നത്. അവിടെ കണ്ടോ കട്ടിങ് ഇട്ട് മലയിലൊക്കെ ആരോ തീയിട്ട് തോന്നുന്നുണ്ട്. നല്ല പുക വന്നിട്ടുണ്ട്. എല്ലാ മലയിലും കൊണ്ട് പുക വന്നിട്ടുണ്ട്. മലാട്ടിന്റെ പുക.
വിശാലമായ പാടം, നല്ല കൃഷി നടക്കുന്നുണ്ട്, കന്നുകൂട്ടി നടക്കുന്നുണ്ട്, നെല്ല് ഞാറ് നടുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ എന്താ സംഭവിച്ചേ? പുഴ ഒരു സൈഡ്, പാലം, ഇതൊക്കെ ഇവിടെയൊക്കെ ഇടിച്ചതാണ്, ഡിവൈഡർ ഇടിച്ചതാണ്. ഓ നല്ല കീറി. ആ ഇവിടെയൊക്കെ കണ്ടങ്ങൾ മണ്ണ് അടഞ്ഞത് കഴിഞ്ഞത്. അവിടെയൊക്കെ കണ്ടങ്ങൾ പൊട്ടിക്കണ്, അതാക്കണ്. അതാണ് സംഭവം. അവിടെ കാണുന്നതാണ്, അവിടെ കാണുന്ന സ്ഥലങ്ങൾ അങ്ങനെ കാണുന്നു. പൊട്ടിയ സ്ഥലം അതാക്കണ് നമ്മുടെ ആ സ്ഥലം. ആ പുഴയിലൊക്കെ ഉണ്ടോ മണ്ണ് ഇപ്പോഴും കിടക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് പോവാണ്. വളഞ്ഞിങ്ങനെ പോകുമ്പോൾ ഇവിടെയൊക്കെ കണ്ടോ ഭയങ്കര കട്ടിങ്ങിൽ മാന്തി, രണ്ട് സൈഡ് കണ്ടില്ലേ. ഞാൻ മുന്നിൽ കാണുന്നത് അവിടെ ഇങ്ങനെ കാണുന്ന ആ പൊട്ടിയത് ആ മല, ആ വലിയ നമ്മളവിടെ കണ്ട വലിയ മല തന്നെയാണ് കേട്ടോ അത്. ആ വലിയ പുക വന്നതെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെ കണ്ടോളൂ. ഇതാ ഇവിടെ ഗംഗാവാലി പുഴ ഈ സൈഡിൽ മെല്ലെ പോയിട്ടാ കുറച്ചുകൂടി മുന്നോട്ടെത്തുമ്പോൾ നമ്മളെ ആ സ്പോട്ടിലെത്തുമ്പോൾ തൊട്ട് മുന്നിൽ നമ്മുടെ അർജുന അടക്കമുള്ള ഒരു അപകടത്തിൽപ്പെട്ട അതേ സ്പോട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് പോവാം അവിടെയാണ് ആ ലോറികൾ വരുന്നത്, ആ രണ്ടായി തിരിയണേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ പുഴ കണ്ടില്ലേ, ഇപ്പോൾ കുറേ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം ഇറങ്ങിയ ലക്ഷണം കാണുന്നുണ്ട്. ആളുകൾ കുറെ വെള്ളം തെറിച്ചിട്ട് അതെ, അതാണ് ആ മണ്ണ് കണ്ടോ. ആ അങ്ങേ സൈഡിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് മണ്ണ്. ഇതൊക്കെ അതിന് മണ്ണ് കൊടുത്ത് തട്ടിയാണേ. ഇതൊക്കെ അവിടുന്ന് ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മണ്ണ് കൊടുത്ത് തട്ടിയാണ്. പിന്നെ എടുത്തോളി, അതിങ്ങനെ എൻ്റെ കയ്യിൽ തന്നാൽ മതി. അതെ, അത് റെക്കോർഡല്ലേ.